പാപ്പ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആ പിന്നെ മോളെ, നിന്റെ ഫ്രണ്ടിനെ ഡിന്നറിന് വിളിച്ചോ? ഡിന്നറോ? അവനെ ഞാനൊരിക്കലും ബ്രേക്ക്ഫാസ്റ്റിന് പോലും വിളിക്കില്ല. ചേടാ ഇതെന്താ ഇങ്ങനെ? നിങ്ങളും ലവ് മാരേജ് തന്നെ ആയിരുന്നില്ലേ? അപ്പോ അച്ഛനും അമ്മയും ചെയ്യുന്നത് തന്നെയല്ലേ മക്കളും ചെയ്യൂ. നിങ്ങളെ കണ്ടല്ലേ പഠിക്കൂ. That's wonderful news, മോളെ. I'm so proud of you. ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ചേട്ടാ ആരാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മമ്മി, പാപ്പ, ഐ ഹാവ് എ ബോയ് ഫ്രണ്ട്. അയാളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എടി കതക് തുറക്ക്, താഴെ വെള്ളം വരുന്നില്ല. നിനക്കിത് ചെയ്യാൻ പറ്റും മെഹർ, നിനക്കിത് ചെയ്യാൻ പറ്റും. Come on, come on, come on, you can do this. നിനക്കിത് ചെയ്യാൻ പറ്റില്ല. പൊട്ടിച്ചോ അത്? എന്റെ ദൈവമേ, ഇന്നത്തെ ദിവസം പോക്കാണല്ലോ. ഈ വീട്ടിൽ നീ ഒരുത്തനുണ്ടല്ലോ, അതിന് വൃത്തികേട് ഇനി വരാനില്ല. മാറങ്ങോട്ട്. എന്താടി ഈ ചെയ്തത്? എനിക്ക് വീട്ടിൽ PS5 കാര്യം പറയാനുള്ളതാ. You must meet him. He's very, very nice. ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും ഡൈനിങ് ടേബിൾ വെച്ചാണ് എടുക്കാറ്. വെൻ ഐ ലോസ്റ്റ് മൈ ജോബ് ഡ്യൂറിങ് ദ പാൻഡമിക്, അപ്പോൾ മമ്മി എനിക്ക് വേണ്ടി ഷീർ കുറുമ ഉണ്ടാക്കി. സാഹിർ അവൻ്റെ 11th ഫെയിലായപ്പോൾ പപ്പ മെയ്ഡ് ചോളെ കുൽച്ച ഫോർ ഹിം ജസ്റ്റ് ടു ചിയർ ഹിം അപ്പ്. മമ്മിക്ക് സ്കൂളിൽ ബെസ്റ്റ് ടീച്ചറിൻ്റെ അവാർഡ് കിട്ടിയ സമയത്ത് സാഹിർ മെയ്ഡ് എ കേക്ക് ഫോർ ഹെയർ. അല്പം ഡ്രൈ ആയിരുന്നു, ബട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പപ്പ എപ്പോഴും പറയും, എ ഫാമിലി ദാറ്റ് ഈറ്റ്സ് ടുഗദർ സ്റ്റേസ് ടുഗദർ. മനസ്സിലായിക്കോളും. ഇത്ര രാവിലെ ആരാ രസഗുള കഴിക്കുന്നത്? അതും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരുപാട് സ്നേഹത്തോടെ കുൽജി കൊണ്ടുവന്നു. ഓൾറെഡി ഒരെണ്ണം കഴിച്ചില്ലേ? ആ ലാസ്റ്റ് വൺ. പപ്പ കഴിച്ചോട്ടെ മമ്മി. ഇപ്പൊ മമ്മിയുടെ പറാത്തയ്ക്ക് പഴയ ടേസ്റ്റ് ഒന്നുമില്ല. നിന്റെ മാർക്സും ഇപ്പൊ പഴയതുപോലെ അല്ല. ഇതാ കണ്ടില്ലേ, ആ സിറപ്പ് ഞാൻ പിഴിഞ്ഞു കളഞ്ഞു. മമ്മി ഒരു സെക്കൻഡ് ഇവിടെ വന്നിരിക്കോ പ്ലീസ്, ഒരു കാര്യം പറയാനുണ്ട്. എന്താ ഓഫീസ് നിനക്ക് വർക്ക് ഫ്രം ഹോം തരുന്നുണ്ട്. ഇത് വേറെ കാര്യം പറയാനാ. അയ്യോ, ഞാൻ കോളേജിൽ പോകാൻ ലേറ്റ് ആയി. നീ ഡിസൈഡ് ചെയ്തിട്ട് മമ്മിയോട് പറഞ്ഞാൽ മതി കേട്ടോ. എന്നോടൊന്നും സംസാരിക്കാനില്ല, നീ പോയേ. അയ്യോ, അതാ എന്റെ ഫോൺ. മമ്മി, താങ്ക് യു. മമ്മി 1 സെക്കൻഡ് വന്നേ. ഒരു സെക്കൻഡ് ഇങ്ങ് വാ. ഐ വാണ്ട് ടു ടോക്ക് ടു യു. ഇപ്പോഴോ? മോളെ സമാധാനായിട്ട് ഡിന്നർ സമയത്ത് സംസാരിക്കാം പ്ലീസ്. ഇന്ന് സ്കൂളിൽ നേരത്തെ എത്തണം, പിന്നെ ആഹാരം കഴിക്കണം, അതും ചൂടാക്കി തന്നെ കഴിക്കണം, അല്ലാതെ തണുത്തത് കഴിക്കരുത്. ബ്രേക്ക്ഫാസ്റ്റിനും പറാത്ത, ലഞ്ചിനും പറാത്ത, ഇതെന്താ മമ്മി ഇങ്ങനെ ഉണ്ടാക്കി തരുന്നില്ലേടാ? They don't know I have to drop them. Oh They wow, are very nice. It's just taken 5 minutes. I will call you. You can't. Bye. It's not a phone. അല്ലാത്ത സമയത്ത് 3-4 മണിക്കൂർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാരാ. പക്ഷെ ഇന്ന് എല്ലാവർക്കും നേരത്തെ പോണം. ഞാനെന്താ അഡോപ്റ്റഡാ? അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നാളെ പറയാലോ. നാളെ ഇനി എന്തു മാറാനാ? 3 മാസമായിട്ട് ഞാൻ മാറ്റി വെക്കല്ലേ. എനിക്കിനിയും വെയിറ്റ് ചെയ്യാൻ വയ്യ. അത് വിട്, ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം. ഒരിക്കൽ ഞാൻ സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്രത്തിന് ഫെയിലായി. സോഷ്യൽ സയൻസ്. ഇംഗ്ലീഷാര് സോഷ്യൽ സയൻസ്. നീ ചുമ്മാ ഇടയ്ക്കേറി സംസാരിക്കാതെ. പരീക്ഷാ പേപ്പർ ബാഗിലിട്ട് ഞാൻ ഇങ്ങനെ കറങ്ങി അച്ഛനെ കൊണ്ട് ഇതിൽ എങ്ങനെ സൈൻ ചെയ്യുന്ന ആലോചിച്ച് അവസാനം പിന്നെ അച്ഛൻ്റെ സൈൻ ഞാൻ തന്നെ കിട്ടും. പക്ഷേ ടീച്ചർ ബുദ്ധിമതിയായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് നിന്റെ സൈൻ അല്ലല്ലോ? ഞാൻ പറഞ്ഞു അതേന്ന്. അല്ലല്ല, നിന്റെ അല്ല ഇത്. ഞാൻ ടീച്ചറിനോട് പ്രോമിസ് ചെയ്ത് പറഞ്ഞു ഇത് എൻ്റെ ആണെന്ന്. നിന്റെ അല്ല. എന്ത് നല്ല ടീച്ചറായിരുന്നു അറിയോ. അടിച്ചില്ല, വഴക്ക് പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. എന്നോട് സംസാരിക്കുന്ന നിർത്തിക്കളഞ്ഞു. അത്രയ്ക്ക് പാവൊരു ടീച്ചറായിരുന്നു അത്. എന്നിട്ടോ എനിക്ക് ഒരുപാട് സങ്കടമായി. ഇതിലും ഭേദം അച്ഛൻ്റെ 2 വാങ്ങി മിണ്ടാതെ ഒരിടത്ത് ഇരിക്കുന്നതായിരുന്നു നല്ലത്. എനിക്കപ്പോ തോന്നി. ഇനി പറ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് ഞാൻ എന്തിനാ പറഞ്ഞേ? എന്താ? അതായത് ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അതിന് ഞാനെവിടെയാ ഡിസോണസ്റ്റ് ആയത്? പറഞ്ഞേ.
ഞാൻ അവരോട് പറയാനല്ലേ ശ്രമിച്ചോണ്ടിരിക്കുന്നത്, അവര് കേൾക്കാഞ്ഞതല്ലേ. ഇതിൽ ഈ കഥ എവിടെയാ ഫിറ്റാകുന്നേ? പക്ഷെ ഈ ചിരി നിന്റെ മുഖത്ത് നല്ല ഫിറ്റ് ആവുന്നുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ഈ ചെയ്യുന്നത്? ഞാൻ എന്തിനാ ചെയ്യുന്നത്? ഐ ഹാവ് ടു ഗോ. ബൈ. കീപ് ദിസ്. റെഡിയായോ? ദാ കൊണ്ടുവരുന്നു. ഓക്കേ. ചൂട് ചൂട് പനീർ കറി. ആ ഇതെന്താ ഇത്? പനീർ. ഇതെന്താ പപ്പ ഈ ഇരിക്കുന്നത്? പൊറോട്ടയും പനീറും. ആഹാ. സംസാരിച്ചോ നീ നിന്റെ ഓഫീസിൽ? മോളെ, ആയുഷ് നീ ബാംഗ്ലൂർക്ക് പോണില്ലെന്ന്? ഇന്ന് സ്റ്റാഫ് റൂമിൽ ഇത് തന്നെയായിരുന്നു സംസാരം. എല്ലാവരും പറയുന്നത് വർക്ക് ഫ്രം ഹോം ആൾക്കാർക്കെതിരെ ഒരുപാട് പാർഷ്യാലിറ്റി ഉണ്ടെന്ന്. പിന്നെ ഫിക്സ് വർക്കിംഗ് ഓവേഴ്സ് ഒന്നുമില്ല. എനിവേ, നീ നോക്ക്, യു നോ ബെസ്റ്റ്. ദാലിങ് എടുക്ക്. കുറച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനാണോ? എന്നാ പോട്ടെ. അങ്ങനെയാണോ? Stupid. എനിക്ക് നിങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കാനാ ഇഷ്ടം, പോണൊന്നൊന്നുമില്ല. ആ, വീട്ടിൽ ആഹാരവും കിട്ടുമല്ലോ. കോവിഡ് വന്നതോടെ എല്ലാം ശരിയായി. ഇപ്പൊ കുട്ടികൾക്ക് വീട് വിട്ടു പോകാൻ താല്പര്യമില്ല. ഇത്തവണ ബർത്ത്ഡേക്ക് PS5 കിട്ടിയില്ലെങ്കിലേ ഞാൻ എന്തായാലും വീട് വിട്ടു പോകും. പ്ലീസ് വെക്കോ. മമ്മി എത്ര നാളായിട്ട് പറയാ PS5 വാങ്ങി അത് കിട്ടാൻ പോണില്ല. എന്റെ ഫിഫ ഗാങ് ഇപ്പൊ എന്നെ ഇഗ്നോർ ചെയ്യാ, അറിയോ? ഭയങ്കര വിലയാണ്. ആദ്യം നീ പഠിക്ക് ഫിഫ ഗാങ്. അയ്യോ, വേറെ കൺസോളിൽ കളിച്ച് ഞാൻ മടുത്തു. മതി, പപ്പ ഒരു കാര്യം മതി, ചെയ്യാം. മതി, നിർത്ത്, പറഞ്ഞില്ലേ പപ്പയുടെ വാങ്ങി ബാങ്ക് തരാന്ന്. കൊള്ളയടിച്ചിട്ടാണെങ്കിലും വാങ്ങി എന്തൊക്കെ തരാം. പറയട്ടെ, പറഞ്ഞ് മടുത്തു. നീ ആദ്യം ഇത് നമുക്ക് കഴിക്കാൻ നോക്കാം. അതെ, വയ്യ. ഒരു സെക്കൻഡ്, ഒന്ന് ഒരു സെക്കൻഡ്. രാവിലെ ഞാനൊരു കാര്യം പറയാൻ ശ്രമിച്ചതാ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതിന് നീ ഒന്നും എന്നാ പറഞ്ഞില്ലല്ലോ. നിങ്ങളൊന്ന് കേക്ക്. പറയും മോളെ. ആ, തുറക്കാം എന്റെ പൊന്നെ, തുറക്കാം. ആ, നീ പറ. അവനും കൂടെ വരട്ടെ. എന്ത് കാര്യമാണ് പറയാനുള്ളത്? ഒന്നുമില്ല, അവനും കൂടെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ പറയാം. ബാംഗ്ലൂർ പോണില്ല എന്ന് പറഞ്ഞിട്ട് മോനെ, ഞാനില്ലായിരുന്നെങ്കിലേ നീ ഉണ്ടാവില്ലായിരുന്നു. പപ്പ എന്താ? അച്ഛാ, ഇതെന്താ ഈ സമയത്ത്? വാട്ട് എ സർപ്രൈസ്. സുഖാണോടാ? സുഖമാണ് അച്ഛാ. പുള്ളിയുടെ മുഖം എനിക്കെങ്ങനെ അറിയാനാ? എനിക്കും അറിയില്ല. ഞാൻ അവസാനമായിട്ട് കണ്ടത് അമ്മൂമ്മ മരിച്ചപ്പോഴാ. ഞാൻ ലാസ്റ്റ് കണ്ടത് രണ്ടാമത്തെ അമ്മമ്മയെ വിളിച്ചോണ്ടിരുന്നപ്പോഴാ. നമസ്കാരം അങ്കിൾ. അല്ലല്ല, മുത്തശ്ശ. അച്ഛൻ അകത്തേക്ക് വരൂ. ആ, നല്ല വീടാണല്ലോ. ഉം? ഉം. ഇതെന്താ അറിയാത്തത്? അപ്പൊ അച്ഛാ എങ്ങനെയാ വന്നത്? എന്നുവെച്ചാ അതായത് ട്രെയിനിലാണോ ബസ്സിലാണോ വന്നത്? ഓ, ഞാൻ ട്രെയിനിലാണ് വന്നത്. ബസ്സിൽ ഇരുന്നിരുന്ന് എൻ്റെ നടു ഒടിഞ്ഞടാ മോനെ. വഴി മൊത്തം കുഴിയല്ലേ. അപ്പോ ട്രെയിൻ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ആ, കുഴപ്പമില്ലായിരുന്നു. ട്രെയിൻ ഇടയ്ക്ക് പെട്ടെന്നങ്ങ് നിന്നു 2 മണിക്കൂർ. പിന്നെയാ മനസ്സിലായത് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ട്രെയിനിൻ്റെ ഇടയിൽ വീണതാണെന്ന്. അവൻ ഇന്നേ കണ്ടുള്ളൂ മരിക്കാൻ. നാട്ടിലെല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്നോ? അശോകിനെയും കുടുംബത്തെ തീർത്ത് കളഞ്ഞില്ലേ കോവിഡ്. അയാളുടെ മരുമോള് മക്കൾ ഡൽഹി തന്നെയായിരുന്നു അയാളുടെ ജോലി. എല്ലാരെയും കൊറോണ വിഴുകി. ഇപ്പൊ പാവ അശോക് മാത്രം ആ നാട്ടിൽ ഒറ്റയ്ക്കായിപ്പോയി. അല്ല, ഈ അശോകാര എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും നിനക്കറിയാവോ? ആ, ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല. ഈ കുടുംബത്തിൻ്റെ മഹത്വം എനിക്ക് ശരിക്കും മനസ്സിലായി. മരിക്കണതിന് മുമ്പ് ഞാൻ എല്ലാം ശരിയാക്കാൻ ആഗ്രഹിക്കുന്നു.
പിന്നെ ഒരു കാര്യവും കൂടി എനിക്ക് മനസ്സിലായി, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെ എല്ലാ ഉത്തരവാദി ഞാനാ, ഞാൻ. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ കൈകൂപ്പി മാപ്പ് ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തരണം. ശേഖർ, ഇതാ വരുന്നു. എന്തിനാ വിളിച്ചേ? ഇതെല്ലാം എന്താ? എന്ത്? എന്തിനാ വന്നേന്നും? നീയും കേട്ടതല്ലേ, എല്ലാം ശരിയാക്കാനാണ് ആ, വന്നത്. എല്ലാം ശരിയാക്കാൻ വന്നതാ. ഹൗ സിമ്പിൾ. കല്യാണത്തിന് ശേഷം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, പ്രോപ്പർട്ടി ഇറക്കി വിട്ടു. 1 രൂപയുടെ അന്തസ് പോലും ഇല്ലായിരുന്നു ശേഖർ. എന്നിട്ടിപ്പോ എല്ലാം നോർമൽ ആക്കാൻ ആഗ്രഹിക്കുന്നു. ഹൗ കൺവീനിയന്റ്. ഞാനൊരു മുസ്ലിം പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. നിന്റെ വാപ്പ എന്നോട് പറഞ്ഞതേ എന്നെ വെട്ടി അരിഞ്ഞു കളയുമെന്നാണ്. എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ ഉള്ളൂ. അച്ഛൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കും ഒരുപാട് അത് ഹർട്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ അച്ഛനല്ലേ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്നതാ. അതല്ലേ ഞാൻ അച്ഛനെ ഡിഫെൻഡ് ചെയ്യുന്നത്. ഞാൻ എന്തിന് അച്ഛനെ ഡിഫെൻഡ് ചെയ്യണം? സ്വയം ക്ഷമ ചോദിക്കുന്നതല്ലേ. എന്റെ വാപ്പ ഇത് തന്നെ ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കോ? 100%. ഇല്ല, ഒരിക്കലും ഇല്ല. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ മുത്തശ്ശന് പ്ലേറ്റ് എടുത്തോണ്ട് വരാം. നീ എത്രയിലാടാ പഠിക്കുന്നത്? അത് കുറേ കുറേയാ? പഠിച്ചെന്താവണമെന്നാ? വെള്ളം വേണ്ട മോനെ, കൂടുതൽ വെള്ളം കുടിപ്പിക്കണ്ട നീ. മതി മതി. ശേഖർ, നിങ്ങളുടെ അച്ഛന്റെ ഈ പഴഞ്ചൻ ചിന്താഗതി ഉണ്ടല്ലോ, എനിക്കത് പ്രോബ്ലം ആണ്. യു നോ ദാറ്റ്. അയാൾ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞാൻ... ഒരു ചാൻസ് കൊടുക്ക്, ഓക്കെ? നമുക്ക് ചാൻസ് തന്നോ സംസാരിക്കാൻ? നമ്മളും അവരെ പോലെയാണോ? നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ചാൻസ് കൊടുക്കില്ലേ? ഒരു ലാസ്റ്റ് ചാൻസ്, അതിനുശേഷം നീ പറയുന്നത് പോലെ. പ്രോമിസ്, പ്രോമിസ്, സത്യം. ഓ, നല്ല ചൂട് പൊറോട്ട, നല്ല മണവും ഉണ്ടല്ലോ. കഴിക്കേ. കഴിക്കാം. മരുമോളെ, ഞാൻ ഒരുപാട് മാറി. എനിക്കിപ്പോൾ നോൺ വെജ് കഴിക്കുന്നവരോട് ഒരു വെറുപ്പുമില്ല. നീ ഇരിക്കും മോളെ, കഴിക്ക്. ഞാൻ കിടക്കാൻ പോവാ. ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. മമ്മ, can I please talk to you for a minute? നൗ എൻ്റെ PS5 കാര്യം കൂടി പറയണേ. Sahir, please cut it out for just 1 second. Sorry, 1 second. എനിക്ക് നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തണമെന്നുണ്ട്. ബോയ് ഫ്രണ്ട് ആണോ? ബോയ് ഫ്രണ്ട്? വെള്ളം വേണ്ട. അതിനെന്താ? അതിലെന്താ എത്ര തെറ്റ്? ആരായാലും കാണാം. ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആണേലും മുസ്ലിം ആണെങ്കിലും എന്തിനും പാസി ആണേലും ഈ വീട്ടില് വേർതിരിവില്ല. എവിടെ വെച്ചാ പരിചയം? ക്യാബില്. ടാക്സിയിലോ? ക്യാബ്. ഷെയർ ക്യാബിൽ. അതെ. ശേഖർ, ഓർമ്മയുണ്ടോ? നമ്മളും ബസ്സിൽ വെച്ച ആദ്യം കണ്ടുമുട്ടിയത്. അതെ. ദില്ലിയിലെ ജോലി അന്വേഷിക്കായിരുന്നു ഞാൻ. എന്നിട്ട് എന്ത് ഇവളുടെ സ്ട്രഗിൾ best ticket ചെയ്തിരുന്ന കളഞ്ഞു. ദിവസമായിരുന്നു എന്നറിയോ? ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. I'll tell you guys. കേട്ടോ സോറി. ഈ മെഹറിന് ആരെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, അവൾ അങ്ങനെയൊന്നും ഇംപ്രസ് ആവില്ല. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ആ പയ്യൻ പപ്പ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളൊന്ന് എന്നാ കേൾക്ക്. പിന്നെ നിനക്ക് ഇതങ്ങ് പറഞ്ഞാ പോരെ? സോറി, അതെന്താന്ന് ഞാൻ തന്നെ പറയാം. പറയ്. ഞാൻ ഷെയർ ക്യാബിൽ വെച്ചൊന്നും അല്ല അയാളെ കണ്ടത്. പിന്നെ അവൻ ക്യാബ് ഓടിക്കുക, ഡ്രൈവറാ.
PS കിട്ടിയതുപോലെ തന്നെ. പാർട്ടിയിൽ ദുബൈയുടെ മോന്റെ അടുത്ത് ചിരിയും കളിയും സംസാരവും ഒക്കെ കണ്ടപ്പോ ആക്ച്വലി ഞാൻ കരുതിയത് എല്ലാം ശരിയായി എന്നാ. മര്യാദയ്ക്ക് US പോയി സെറ്റിലാകായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറയുന്നു ക്യാബ് ഡ്രൈവറിനെ ഡേറ്റ് ചെയ്യുവാണെന്ന്. സീരിയസ് ഒന്നും ആയിരിക്കില്ലല്ലോ അല്ലേ? സീരിയസ് അല്ലെങ്കിൽ പിന്നെ നമ്മളോട് എന്തിനാ പറഞ്ഞേ? ഇനി കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. താങ്ക് യു. ദിസ് ഇസ് ഓൾ ഐ നീഡ്. നിങ്ങൾ ഈ തോട്ടിനെ വെറുതെ പ്രോത്സാഹിപ്പിക്കണ്ട. എടീ, എന്താ, എങ്ങനെയുള്ള ഫാമിലിയാ, എത്ര സമ്പാദിക്കുന്നു നോക്കേ ഒന്ന് ആലോചിച്ച് നോക്ക്. അന്വേഷിച്ച് നോക്കിയാലോ? എങ്ങനെ? നമുക്ക് കുറച്ച് റിസർച്ച് ചെയ്യാം. ഒരു ക്യാബ് എടുത്തിട്ട് ആ ക്യാബ് ഡ്രൈവറുമായി നമുക്ക് കുറച്ച് സംസാരിക്കാം. അവരുടെ ലൈഫിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആക്ച്വലി നോട്ട് എ ബാഡ് ഐഡിയ. നമ്മൾ അവളോട് നേരിട്ട് സംസാരിക്കേണ്ട കാര്യം പോലുമില്ല. എന്ത് സംസാരിക്കാൻ? ഇത് തെറ്റാണെന്ന് അവൾക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ? നാളെ ഒരു ദിവസം അവൾ കോളേജ് ഗാദറിങ്ങിന് പോകുമ്പോൾ അവൾക്കത് നാണക്കേടല്ലേ? ഞാൻ ഇവിടെ വന്ന അതേ ക്യാബിൻ്റെ ഡ്രൈവർക്ക് തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ OTP കൊടുത്തു എന്ന് പറഞ്ഞാൽ? ആ, അവളുടെ ഫ്രണ്ട്സ് ക്യാബ് കമ്പനികൾക്ക് വേണ്ടി ആപ്സ് ഉണ്ടാക്കുന്നവരാ. എന്നിട്ട് അവള് ക്യാബ് ഡ്രൈവറെയാ ഡേറ്റ് ചെയ്യുന്നത്. നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം കൂടിയുണ്ട്. ഞാൻ ശേഖരനെ പോലും കല്യാണം കഴിക്കില്ലായിരുന്നു ആ ബാങ്ക് ജോലിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ. റിയലി? ആ, ഓക്കെ. ഇനി ഒരു 3 ആഴ്ച കൂടി, അതും കൂടി കഴിഞ്ഞാലേ എൻ്റെ PS5 വരും. ആൻഡ് യു വിൽ ബി മൈ പ്ലെയർ ടു. വേറെ എന്തിനെങ്കിലും കുറിച്ച് നീ ഇത്രയ്ക്ക് ആലോചിച്ചിരുന്നെങ്കിലേ നീ ഇപ്പോൾ ഒരു മനുഷ്യനായേനെ. ഏയ്, എൻ്റെ കയ്യിലെ ഡിസ്കൗണ്ട് വൗച്ചേഴ്സ് ഉണ്ട്, നിനക്ക് തരാവേ. എടി അത് നീ തന്നെ വച്ചോ. നിനക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ, അതുകൊണ്ടാ. എന്നുവെച്ചാ നീ എന്തിനാ ഇത്രയും സ്ട്രെസ് ആവുന്നേ? ഞാൻ നിന്റെ കൂടെയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പപ്പയും മമ്മിയും കുറച്ച് സ്ലോയാ, താനെ ശരിയായിക്കോളും. നീയെങ്കിലും കുറച്ച് സെൻസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യാൻ നോക്ക്. സാഹിർ വാ, കോളേജിൽ പോണ്ടേ? എന്നാ ശരി, വാ പോ. അല്ല, അത് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തു പറഞ്ഞില്ല എന്ന്? പാപ്പ, ഇന്നലെയല്ലേ നമ്മൾ സംസാരിച്ചത് എൻ്റെ ബോയ് ഫ്രണ്ടിനെ പറ്റി? ഗൗരവ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ ഡിന്നറിന് വിളിക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് അവനെ കാണുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. മോളെ, രാത്രി സംസാരിക്കാം. ഇപ്പൊ പാപ്പ, തന്നെ ഐ നോ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് കാണും. അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ചു അത് തന്നെ രാത്രി സംസാരിക്കാമല്ലോ. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, രണ്ടുപേരും ഷോക്കിലാ. എല്ലാം ശരിയാവും. നീ ആഹാരം കഴിക്ക. സാഹിദ്, നീ ഓട്ടോയിൽ പോ, ഞങ്ങൾ ഓഫീസിൽ പോകുന്നില്ല. പിന്നെ എവിടെ പോവാ? ഞങ്ങൾ റിസർച്ച് ചെയ്യാൻ പോവാ. കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നടക്കങ്ങോട്ട്. എന്റെ പാരന്റ്സ് ഒരിക്കലും ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. നിങ്ങൾക്ക് എന്താ വട്ടാണോ? ഈ റാൻഡം ഡ്രൈവേഴ്സും മെഹറിന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് എന്താ കണക്ഷൻ? ഒരു റൈഡ് കൊണ്ടൊന്നും ആ പയ്യന്റെ കാര്യം ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ റിസർച്ച് ചെയ്യാൻ പോവാ. മമ്മി എന്തൊക്കെ ഈ പറയുന്നത്? ഞങ്ങളുടെ ക്യാബ് വെയിറ്റ് ചെയ്യാ. കോളേജിൽ പോകുന്നേ നല്ലത്.